എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി വീഡിയോ ആണ്. നല്ല നാടനായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് ചെത്തി കളയുക, എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തോലൊക്കെ ചെത്തി മുറിച്ചെടുത്താൽ മതി. കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വളരെ കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കണം. ഒരു 2 വിസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഉടയുന്ന ഒരു പരുവത്തിൽ ആയിട്ടുണ്ടാവും. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറിയുടെ കുറച്ചുകൂടെ കൂടുതൽ തേങ്ങ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് നല്ല ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഒരു 8-10 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത്ര എടുത്തിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഓവറായിട്ട് ഗ്രൈൻഡ് ആയതുകൊണ്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഇടിച്ചക്കയില്ലേ, അതെന്തെങ്കിലും ഒരു കല്ല് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഉടഞ്ഞ് കിട്ടും. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക്, അതുപോലെ കറിവേപ്പില, അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, തേങ്ങയുടെ ആ ഒരു അരപ്പ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഉടച്ചു വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചക്ക വെച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, അരപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. അത്രേ ആവശ്യമുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടിച്ചക്ക കിട്ടുമെങ്കിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.